ഹലോ ഗൈസ്, ഇതൊരു കഥ അറിയാം. എന്നോട് ഒരാൾ പറഞ്ഞ് എൻ്റെ മോളെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേക്ക് ബർത്ത്ഡേ റിട്ടേൺ കാർഡ് ആക്കണം. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാമല്ലോ. അങ്ങനെ പ്രിൻറ്റിങ് പോയി, പ്രിൻറ്റിങ് എടുത്തു, പെയിൻ്റ് ചോക്ലേറ്റ് മേടിച്ച്, പെൻസിൽ മേടിച്ച്, അങ്ങനെ എല്ലാം മേടിച്ച് വന്ന് ജൂലൈ 27 ബർത്ത്ഡേ. അങ്ങനെ ബർത്ത്ഡേ അന്ന് വെള്ളിയാഴ്ച 26, 25 അങ്ങനെ എന്തോന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാം ചെയ്തു വന്ന് ശനിയാഴ്ച എടുത്ത് വന്ന്, ശനിയാഴ്ച എൻ്റെ അന്ന് സ്കൂളില്ല, ഞായറാഴ്ച എൻ്റെ അന്ന് നീ അയച്ചു തന്നാൽ മതി, തിങ്കളാഴ്ച സ്കൂളിലേക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഓക്കെ ആയിക്കോട്ടെ. പിന്നെ ഞാൻ വിചാരിച്ച് നല്ല മഴയും നല്ല കാറ്റുമായിരുന്നു, കരണ്ടുമില്ല. അങ്ങനെ പ്രിൻറ്റിങ്ങെല്ലാം എടുക്കാൻ കുറേ കഷ്ടപ്പെട്ട്, കുറേ മെഡിക്കൽ കുറേ ഇടുന്ന നാപ്പൊക്കെ എടുത്ത് അതിൻ്റെ ശേഷം നല്ലെല്ലാം ചെയ്തിട്ട് ഞായറാഴ്ച എൻ്റെ ഒന്ന് എല്ലാം സെറ്റാക്കിയിട്ടായിട്ട് ബസ്സിന് പോയി നോക്കുന്നു, ബസ്സില്ല. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു ഇന്ന് ബസ്സില്ല കേട്ടോ, ബസ്സിൽ കൊടുത്തു വിടാനായിരുന്നു പറഞ്ഞത്. ബസ്സിൽ കാനങ്ങാട്ടിലൊക്കെ ഉണ്ടായതുകൊണ്ട് ബസ്സിലൊക്കെ കൊടുത്തു വിടാൻ പറഞ്ഞേ. അങ്ങനെ ഞാൻ പറഞ്ഞ് ബസ്സില്ലാന്ന്. അപ്പം ഞാൻ അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന് ബസ്സില്ലാന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ബസ്സില്ലെങ്കിൽ എന്താ ചെയ്യുക, നാളെ കൊടുത്തു വിടുന്നു. എന്നാൽ ആയിക്കോട്ടെ എന്നിട്ട് തിങ്കളാഴ്ച ഒന്നും കൊടുത്തു വിടാനിന്ന്. തിങ്കളാഴ്ച ഒന്നോ അന്നും ബസ്സില്ല, നല്ല കാറ്റും മഴയായിരുന്നു. അങ്ങനെ ബസ്സില്ല. പിന്നെന്താ ചെയ്യുക, പിന്നെ ചൊവ്വാഴ്ച കൊടുത്തു വിട്ടിട്ട് ഓർക്ക് കിട്ടിയത് എന്നാൽ വൈകുന്നേരം തന്നെ കിട്ടിയിരുന്നു കേട്ടോ. ഇത് ഓർഡർ തന്ന് വേറെ ആരുമല്ല, എൻ്റെ സിസ്സാണ്. സിസ് കാസർഗോഡിലാണ്, അടുത്തേക്കാണ് ഞാൻ അയച്ചിട്ടുള്ളത്. അത് ഡയറക്റ്റ് ബസ്സുണ്ട്, അപ്പോൾ ആ ബസ്സിൽ ഞാൻ കൊടുത്തു വിട്ടിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞത് കാസർഗോഡിലേക്ക് ഡയറക്റ്റ് ബസ്സിൽ കൊടുത്തു വിടാം, ബസ് സ്റ്റാൻഡിൽ നിന്ന് പോയി മേടിച്ചാൽ മതി. അങ്ങനെ ആവശ്യമുള്ള ആൾ ഞാൻ ഓർഡർ ചെയ്യാം. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. പിന്നെ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ പാക്കിങ്ങിലാണ്. പാക്കിങ് ഞാൻ ഇങ്ങനെല്ലാം വെച്ച് നോക്കിയിട്ട് ഒരു രസം കിട്ടുന്നില്ല, അതിൽ സ്പേസ് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇങ്ങനെ ഒന്നല്ല പൊട്ടത്തി വെക്കലായിരുന്നിട്ട് എല്ലാം ചേർന്നിട്ട് ഇതാ വെച്ചിരുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോന്നോരോന്ന് ഏട്ടിയൊക്കെ വെച്ച് തരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. എല്ലാം വെച്ചതിന് ലാസ്റ്റ് ഇതാ കയ്യാറായി. ലാസ്റ്റ് അതിൽ ഇത്രയും സ്പേസ് ബാക്കി ഇനിയും ഉണ്ട് കേട്ടോ. ഇതിൽ മനസ്സിലാകുന്നില്ല, നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഓരോ ഫോട്ടോ എക്സ്ട്രാ ഒന്നും ഉണ്ടായിന്, അതും ഇതവർക്ക് കുറേ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.